നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വി ഗോവിന്ദൻ പറഞ്ഞ ഈ പ്രസ്താവന അത് കൃത്യമായി തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അവിടെ നമുക്ക് കാണാം. നമുക്ക് രാഷ്ട്രീയം പറഞ്ഞു തന്നെ പോകാം. അവിടെ അദ്ദേഹമാണ് മറന്നുപോയത്, എങ്ങനെയാണ് കോൺഗ്രസ് സഹകരിച്ചത് എന്നുള്ളത് മറന്നുപോയത് വി ഗോവിന്ദന് മറുപടി പറഞ്ഞ ഡി സതീശനാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പഴയ കൂട്ടുകെട്ടിനെ കുറിച്ച് നടത്തിയ പ്രസ്താവന ബുദ്ധിപരമായ നീക്കമെന്നാണ് പറഞ്ഞത്. ആ ബുദ്ധിപരമായ നീക്കം പൊളിക്കാനാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് എന്നതാണ് എൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അല്ലാതെ അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച് നീരജ ചൗധരിയെക്കുറിച്ച് ഒന്നും പറയാനല്ല. ഡി സതീശൻ കൃത്യമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വി ഗോവിന്ദൻ ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം. ഇവിടെ അടവ് നയം യഥാർത്ഥത്തിൽ എടുത്തത് പിണറായി വിജയനാണ്. പഴയ കാര്യങ്ങൾ മുഴുവൻ ഓർമ്മിപ്പിക്കുകയാണ്, ഹിസ്റ്ററിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നമ്മൾ ഇന്നിരുന്ന് നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന്റെ തലേ ദിവസം ചർച്ചയാകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് ഈ ഒരു ക്ലാരിറ്റി വരുത്തിയില്ലെങ്കിൽ ഈ രീതിയിലേക്ക് ചർച്ച പോകില്ല. വി ഗോവിന്ദൻ പറഞ്ഞ നയത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ചർച്ച മാത്രമേ അത് ലിമിറ്റഡ് ആയേനെ. ഇന്ന് 6 മണി മുതൽ 7 മണി വരെ പിണറായി വിജയൻ സംസാരിച്ചതിൽ അദ്ദേഹം വലിയ രീതിയിൽ ഈ മയക്കുമരുന്നിനെ കുറിച്ചൊക്കെ പറഞ്ഞു തുടങ്ങി. പക്ഷേ ഇതായിരുന്നു വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് ആദ്യം തന്നെ വ്യക്തമായിരുന്നു. ചോദ്യങ്ങൾ ആ രീതിയിൽ തന്നെയാണ് വന്നത്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പതിവിലും ദീർഘമായിരുന്നു. അതായത് വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഉത്തരങ്ങളുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വന്നിരുന്നത് എന്നുള്ളത് ആ വാർത്താ സമ്മേളനം കണ്ടിരുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും.